ഈ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആന്ധ്രാപ്രദേശിൽ കഴിഞ്ഞ ഇലക്ഷനിൽ ചന്ദ്രബാബു നായിഡു ഒക്കെ ജയിച്ചത്, അവിടെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അർദ്ധരാത്രി അവിടെ വോട്ട് രേഖപ്പെടുത്തി, എത്രയോ ലക്ഷക്കണക്കിന് വോട്ടുകൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നതായിട്ട് വാർത്ത ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇലക്ഷൻ ചെയ്ത് കഴിഞ്ഞ ഈ മിഷനറി ഐറ്റംസ് എല്ലാം ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ അനുഭവം വെച്ചിട്ട്. ഈ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ഇനി അകലിരുന്ന് ഹാക്ക് ചെയ്യാൻ പറ്റുമോ എന്നും ആർക്കും അറിയില്ലല്ലോ. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ മെഷീൻ, ഇലക്ഷൻ ചെയ്ത ആ മെഷീൻ പല സ്ഥലങ്ങളിലിരുന്ന് കിട്ടിയിട്ടുണ്ട്. പല ചായക്കടകളിലും ഹോട്ടലുകളിലും വണ്ടികളിലും ഇരുന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും നാൾ ഇതിനകത്ത് ഇരുന്നിട്ട് ഇപ്പോൾ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നമ്മുടെ മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നൊക്കെ ചിന്തിച്ച് BJPയുടെ ഒരു തന്ത്രമുണ്ടല്ലോ. BJPക്ക് ഒരിക്കലും കേരളത്തിൽ കോൺഗ്രസ് വരാൻ താല്പര്യപ്പെടുന്നില്ല. ഇവിടെ CPM തന്നെ ഭരിക്കണം, അല്ലെങ്കിൽ LDF തന്നെ ഭരിക്കണം. കാരണം ഒരു പ്രാവശ്യം ഭരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആകെ തകർന്ന് തരിപ്പണമാവും. അപ്പോൾ പിന്നെ കോൺഗ്രസിനെ ഒതുക്കാൻ അടുത്ത പ്രാവശ്യം BJPക്ക് കൂടുതൽ സീറ്റ് നേടാൻ കഴിയും എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. അപ്പം അതുകൊണ്ട് വീണ്ടും ഇവിടെ UDF കയറാൻ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല BJP. അപ്പം അതുകൊണ്ടൊക്കെ ഇതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളും നടക്കാൻ പാടില്ലായില്ല. സംശയം വച്ചിട്ട്, ഉദ്ദേശം വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് ശരിക്കും ഇതിൻ്റെ പിന്നിൽ നിന്ന് UDF പ്രവർത്തകർ പ്രത്യേകിച്ച്, കാരണം UDF ജയിക്കുമെന്നുള്ളൊരു ധാരണയിലല്ലോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ UDF പ്രവർത്തകർ ഇത്ര കഷ്ടപ്പെട്ടിട്ടത് വെറുതെ ആവരുത്. അവർ ശക്തമായി ഇതിൻ്റെ പിന്നിൽ നിന്ന് ഇതിൻ്റെ പിന്നിലുണ്ടാവണം. ഇവിടെ വല്ലതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ എപ്പോഴും ജാഗ്രതയോടുകൂടി ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പണി ചിലപ്പോൾ പാലും വെള്ളത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക.